പ്ലാസ്റ്റിക് സർജറി അല്ലെങ്കിൽ പുനർനിർമ്മാണ ശസ്ത്രക്രിയയിലെ ഒരു പ്രധാന രീതിയാണ് മൈക്രോവാസ്കുലർ സർജറി അല്ലെങ്കിൽ ഫ്രീ ഫ്ലാപ്പ് സർജറി. ഇതേക്കുറിച്ച് വിശദീകരിച്ച് തരാമോ? ക്യാൻസർ ബാധിച്ച ഭാഗത്ത് നമ്മൾ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ചിലപ്പോഴെല്ലാം നമുക്ക് ശരീരത്തിൻ്റെ വലിയ ഭാഗങ്ങൾ നീക്കം ചെയ്യേണ്ടി വരും. അങ്ങനെ ഉണ്ടാകുന്ന വിടവുകൾ അടയ്ക്കുന്നതിന് നമുക്ക് സാധാരണഗതിയിൽ തുന്നിയാൽ മതിയാവില്ല. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ നാം ശരീരത്തിൻ്റെ മറ്റേതെങ്കിലും ഭാഗങ്ങളിൽ നിന്ന് തൊലി, മാംസം എന്നിവ എടുത്ത് കൊണ്ടുവന്ന് ശരീരത്തിൻ്റെ ക്യാൻസർ ബാധിച്ച ഭാഗത്തെ മുറിവടയ്ക്കുന്നതിന് ഉപയോഗിക്കുന്ന രീതിയാണ് ഈ മൈക്രോവാസ്കുലർ ഫ്രീ ഫ്ലാപ്പ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രധാന ഒരു വെല്ലുവിളി ഈ നമ്മൾ പുതുതായിട്ട് കൊണ്ടുവരുന്ന ഭാഗത്തേക്ക് രക്ത ഓട്ടം എത്തിക്കുക എന്നുള്ളതാണ്. രക്ത ഓട്ടം ഉണ്ടെങ്കിലാണല്ലോ കോശങ്ങൾ നിലനിൽക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വേണ്ടി നാം ചെയ്യുന്നത് ഈ മറ്റ് ഭാഗത്ത് നിന്ന് എടുത്തു കൊണ്ടുവരുന്ന കല അതിൻ്റെ രക്തക്കുഴലോട് കൂടിയാണ് നമ്മൾ എടുത്തുകൊണ്ട് വരിക. എന്നിട്ട് ഈ രക്തക്കുഴലിനെ ഈ ക്യാൻസർ ബാധിച്ച ഭാഗത്തോട് ചേർന്ന രക്തക്കുഴലിനോടുമായിട്ട് കൂട്ടി യോജിപ്പിക്കുന്നു. അപ്പോൾ ഇതിലടങ്ങിയിരിക്കുന്ന ഈ രക്തക്കുഴലുകളെ കൂട്ടി യോജിപ്പിക്കുന്ന ഈ പ്രക്രിയ വളരെ സങ്കീർണമാണ്. ഇതിന് മൈക്രോസ്കോപ്പിൻ്റെ സഹായത്തോട് വളരെ അതിന് വേണ്ട എക്സ്പെർട്ടൈസുള്ള വൈദഗ്ധ്യമുള്ള ആളുകളാണിത് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രക്രിയക്കാണ് മൈക്രോവാസ്കുലർ അനസ്റ്റമോസിസ്, അതായത് രക്തക്കുഴൽ കൂട്ടി യോജിപ്പിക്കുക. അപ്പോൾ ഇത്തരത്തിൽ ശരീരഭാഗങ്ങളെ പുനർനിർമ്മിക്കുന്നതിനാണ് മൈക്രോവാസ്കുലർ ഫ്രീ ഫ്ലാപ്പ് ശസ്ത്രക്രിയ എന്ന് പറയുന്നത്. ഇത് ഏതെല്ലാം ശരീരഭാഗങ്ങളിലാണ് കൂടുതലായി ആവശ്യം വരാറ്? ശരീരത്തിൻ്റെ ഏത് ഭാഗത്തും മൈക്രോവാസ്കുലർ ശസ്ത്രക്രിയ ആവശ്യം വരാം. പക്ഷെ കൂടുതലായും മുഖം, മാറിടങ്ങൾ, കൈകാലുകൾ എന്നിവയിലുള്ള സങ്കീർണ ശസ്ത്രക്രിയകളിലാണ് ഇവ ആവശ്യം വരാറ്. സാർ പറഞ്ഞല്ലേ ഈ മുറിവ് അടയ്ക്കാൻ വേണ്ടിയിട്ട് ശരീരത്തിൻ്റെ വേറെ ഭാഗത്തുനിന്ന് കലയെടുക്കുന്ന, അപ്പം ആ കലയെടുത്ത ഭാഗത്തെ മുറിവ് എങ്ങനെ അടയ്ക്കും? സാധാരണയായി കൂടുതൽ കലകളുള്ള ശരീരഭാഗങ്ങളിൽ നിന്നാണ് നാം ഈ കലകൾ എടുക്കാറ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അധികവും നമുക്ക് മുറിവ് അങ്ങനെ തുന്നി അടയ്ക്കാൻ സാധിക്കാറുണ്ട്. ഇനി അങ്ങനെ അടയ്ക്കാൻ സാധിക്കാത്ത സാഹചര്യങ്ങളിൽ മറ്റു ചില ശസ്ത്രക്രിയാ മാർഗങ്ങൾ വഴി നമ്മൾ മുറിവ് അടയ്ക്കും. അപ്പോൾ ഈ ശസ്ത്രക്രിയയിൽ വേദന കൂടുതലായിട്ടുണ്ടാവാൻ സാധ്യതയില്ലേ? വേദന നിയന്ത്രിക്കുന്നതിന് അനസ്തീഷ്യയിൽ പല മാർഗങ്ങളും ഉണ്ട്. വേദനയുടെ മരുന്നുകൾ, ഇഞ്ചെക്ഷൻസ് എന്നിവയെല്ലാം വഴി നമുക്ക് വലിയൊരളവോളം വേദന നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ സാധിക്കും.